والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ഹിസാബ് നാളെ മഹ്ശറിൽ നടത്തുന്നത് അവന്റെ അഖീദയെ പരിഗണിച്ചിട്ടാണ്. അഖീദയിൽ അപാകതകളുള്ള അല്ലെങ്കിൽ അഖീദ ശരിയാവാത്ത ഒരാൾക്ക് ഹിസാബേ ഇല്ല. അതാണ് ശരി. കാരണം അഖീദ തെറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തായി എന്നാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അഖീദയാണ്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. പിന്നെ അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിൻ്റെ മുകളിൽ പടുത്തുയർത്തപ്പെടുന്ന ബിൽഡിംഗ് ആണ് ഇബാദത്തുകൾ. അപ്പൊ അസ്റില്ലാത്ത ഒരാളോട് ഇബാദത്തുകളുടെ ഹിസാബില്ല. നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിനൽ അഅ്മാൽ. അമലുകളുടെ കൂട്ടത്തിൽ ഒരു അടിമ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുക അവന്റെ നിസ്കാരത്തെ സംബന്ധിച്ചാണ്. ഒരു അടിമ അബ്ദാവുന്നത് അവന്റെ അഖീദ ശരിയാകുമ്പോഴാണ്. അപ്പൊ അഖീദ കൃത്യമായ വിശ്വാസം പൂർണ്ണമായ ആളുകളോടുള്ള ഹിസാബിൽ ആദ്യത്തെ ഹിസാബ് നിസ്കാരത്തെ സംബന്ധിച്ചാണ്. ഇനി ആ അഖീദ ഇല്ലെങ്കിലോ അയാളോട് നിസ്കാരത്തെ സംബന്ധിച്ച് ചോദ്യമില്ല. കാരണം അയാൾക്ക് നിസ്കാരം നിർബന്ധമല്ല. അതായത് രണ്ടാളുകൾ അല്ലെങ്കിൽ മൂന്നാളുകൾ മരണപ്പെടും. ഒരു അബ്ദുള്ള, ഒരു രാമകൃഷ്ണൻ, ഒരു ജോസഫ്. ഈ മൂന്നാളുകളിൽ നാളെ ഹിസാബ് ചെയ്യപ്പെടുന്നത് അബ്ദുള്ളയാണ്. കാരണം ബാക്കി രണ്ടാളുകളും ഖാലിദീന ഫീഹാ അബദൻ എന്ന് പറയപ്പെട്ട നരകത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആളുകളാണ്. അള്ളാഹു പറഞ്ഞ പോലെ വലഖദ് ദറഅനാ ലിജഹന്നമ കസീറ എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ്. കാരണം അവര് ഹിദായത്തില്ലാത്തവരാണ്, ഇസ്ലാമിന്റെ അഖീദ ഉൾക്കൊള്ളാത്തവരാണ്. ഈ അബ്ദുള്ള ഹിസാബ് ചെയ്യപ്പെടുക അമലുകളെ സംബന്ധിച്ചാണ്. കാരണം അവന്റെ അഖീദ ഒക്കെയാണ്, അതുകൊണ്ടാണ് അവന് ഹിസാബ് ഉള്ളത്. അമലുകളുടെ കൂട്ടത്തിൽ ആദ്യം നിസ്കാരമായിരിക്കും. അതുകൊണ്ട് സത്യവിശ്വാസികൾ യഥാർത്ഥത്തിൽ ഇബാദത്തുകൾ അറിയുന്നതിന് മുമ്പ് അറിയേണ്ടതും കൃത്യമാക്കേണ്ടതും അഖീദയാണ്. അതുകൊണ്ട് ഒരാൾക്ക് അത് തെറ്റിപ്പോയാൽ പിന്നെ അയാളോട് അമലുകളുടെ ദഅവത്തില്ല സത്യത്തിൽ. ഇപ്പൊ തബ്ലീഗിനെ നമ്മൾ എതിർക്കുന്നത് എന്തുകൊണ്ടാ? വ്യക്തികൾ നമ്മൾ എതിർക്കുന്നില്ല, വ്യക്തികൾക്ക് എന്തു ആവാം, അല്ലാഹു നമ്മളെല്ലാം നന്നാക്കട്ടെ. പക്ഷെ അവരുടെ ദഅവത്തിനെ നമ്മൾ എതിർക്കുന്നത് നിങ്ങൾ അഖീദയിലേക്ക് വിളിക്കാതെ അമാലുകളിലേക്ക് വിളിക്കുന്നു എന്നതുകൊണ്ടാണ്. ഇപ്പൊ നിസ്കരിക്കാൻ വേണ്ടി ഒരാളെ വിളിച്ചു, അയാളെ നിസ്കരിക്കാൻ വേണ്ടി വന്നു. ആദ്യത്തെ സഫിൽ ഇമാമിന്റെ പിറകിൽ നിന്ന് കൈകെട്ടി. അപ്പോഴും അയാളുടെ കയ്യിൽ ചരടുണ്ടെങ്കിൽ അവന്റെ നിസ്കാരം വെറുമൊരു പ്രവൃത്തി മാത്രമാണ്, ഇബാദത്തല്ല. എന്തുകൊണ്ടല്ല? അഖീദ ശരിയല്ല. എന്തുകൊണ്ട് അഖീദ ശരിയല്ല? ഇപ്പോഴും അവന്റെ ഖൽബിന്റെ ഒരു ഭാഗത്ത് അയാൾ അല്ലാഹുവിനെ നിഷേധിച്ചുകൊണ്ടല്ല. അയാളെ അഖീദ ശരിയല്ല എന്ന് പറയാനുള്ള കാരണം അയാൾ അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞതിനെ കൊണ്ടുമല്ല, അല്ലെങ്കിൽ വേറെ ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചതിനെ കൊണ്ടുമല്ല. അള്ളാഹു ഉണ്ടെന്നും അള്ളാഹുവാണ് ഇലാഹെന്നും അള്ളാഹുവാണ് റബ്ബെന്നും വിശ്വസിക്കുന്നുണ്ടെങ്കിലും അയാളെ കൽബിന്റെ ഒരു ഭാഗത്ത് അയാൾ ആ കട്ടിയ ചരട് കൊണ്ട് എന്തൊക്കെയോ എനിക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തിനെയൊക്കെയോ അത് തടയുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അയാളുടെ അഖീദ പിഴച്ചതാണ്. അതുകൊണ്ട് അയാൾക്ക് നിസ്കാരമേ ഇല്ല. അതുകൊണ്ട് നമ്മൾ തബ്ലീഗിനെ എതിർക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദഅവത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പം യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വയഅ്മുറൂന ബിൽ മഅറൂഫ്. അവർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരുമാണ്. മഅറൂഫായ കാര്യങ്ങൾ പരസ്പരം കൽപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നവരാണ്. മഅറൂഫായ കാര്യത്തിൽ ഒന്ന് ഏതാണ്? നമ്മൾ പണ്ടേ പഠിച്ചു വെച്ചത് നിസ്കാരാണ്. മാറൂഫായ നന്മയായ കാര്യങ്ങളിൽ
ഒന്നാമത്തേന്ന് പറയുമ്പോൾ പഠിച്ചു വെച്ച നിസ്കാരം തൊട്ട് ഇങ്ങോട്ടുള്ള ഹജ്ജ് വരെയുള്ള 4 കാര്യങ്ങളാണ്. പക്ഷെ നിസ്കാരമല്ല. മഅറൂഫിൽ ഒന്ന് അത്തൗഹീദ്, ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് മഅറൂഫിൽ ഒന്ന്. ആ മഅറൂഫിനെ അവർ ഉപദേശിക്കുന്നവരാണ്. മുൻകറുകളിൽ ഒന്നെന്താണ്? ശിർക്കാണ്. പക്ഷെ ആളുകൾ കാണുക കള്ളുകുടി, വ്യഭിചാരം, പലിശ, അത് ഇത്, അതായിരിക്കും മുൻകറായിട്ട് ആദ്യം. അതെല്ലാം മുൻകറാണ്. പക്ഷേ അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ശിർക്കാണ്. അവർ അതിനെ തടയുന്നവർ ആയിരിക്കും. എന്നിട്ട് അവർ നന്മകളിൽ മത്സരിക്കുകയും മുന്നേറുകയും ചെയ്യുന്നവരായിരിക്കും. അവരാണ് സാലിഹീങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകൾ. ആ ആയത്തിന്റെ തൊട്ട് മുമ്പ് 2 പ്രാവശ്യം അല്ലാഹു പറഞ്ഞു, വൽതകും മിൻകും ഉമ്മ യദഊന ഇലൽ ഖൈർ. മാ ഹുവൽ ഖൈർ? അൽ ഖൈറു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തുകൊണ്ടറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മക്കത്ത് ദഅവത്ത് ചെയ്തിരുന്ന ആ കാലം നമ്മൾ സാധാരണ ഇരുണ്ട യുഗം എന്ന് വിളിക്കുമല്ലോ. പക്ഷെ അന്നും നല്ല മുത്തുപോലത്തെ മനുഷ്യന്മാര് ജീവിച്ചിരിപ്പുണ്ടോ മക്കത്ത്? ഉദാഹരണത്തിന് അബൂ താലിബ് സൽസ്വഭാവിയാണ്, ധർമ്മിഷ്ഠനാണ്, കള്ളുകുടിക്കൂല, പെണ്ണ് പിടിക്കൂല. അത്ര നല്ല സ്വഭാവത്തിന് ഉടമയാണ് അബൂ താലിബ്. ആർക്കും എതിരായിട്ടൊന്നും പറയാൻ. അതുകൊണ്ടാണ് നീണ്ട വർഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തരവാദിത്തം അല്ലാഹു അബൂ താലിബിനെ ഏൽപ്പിച്ച്. ഒരു പ്രശ്നമില്ല. അങ്ങനെ ആളുകളുള്ള സമയത്തും അല്ലാഹു പറഞ്ഞു ഖൈറിലേക്ക് ദഅവ ചെയ്യാൻ. ആ ഖൈർ കൊണ്ട് ഉദ്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതില്ലെങ്കിൽ അടിമക്ക് ഖൈർ ഇല്ല. കുറച്ചിങ്ങോട്ട് വന്നിട്ട് അല്ലാഹു പറഞ്ഞു കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫ്. ആ മഅറൂഫിൽ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഖീദയാണ് വിഷയം. ഒരു നിസ്കാരക്കാരൻ ഭാവത്തില്, കോലത്തില്, രൂപത്തില്, സ്വഭാവത്തിൽ, ഇടപാടുകളിൽ, കച്ചവടത്തിൽ, സാമ്പത്തിക മേഖലയിലെല്ലാം ഇസ്ലാമിന്റെ നിയമങ്ങളെ കണിശമായി പാലിക്കുന്ന ഒരാൾ. അയാൾക്ക് അയാളുടെ അഖീദയിൽ ചെറിയ ഒരു പോറലേ ഉള്ളൂ എങ്കിലും അമലുകളെല്ലാം ബാത്തിലാണ്. അപ്പൊ ഏറ്റവും ഗൗരവത്തിലും പ്രാധാന്യത്തോടെയും കാണേണ്ടത് അഖീദയാണ്. അതുകൊണ്ട് ഉലമാക്കള് അഖീദയെ സംബന്ധിച്ചത് 3 തരത്തിൽ നമുക്ക് വിശദീകരിച്ച് തന്നു. അതിലൊന്ന് നമ്മൾ പറഞ്ഞു അഖീദത്തുൻ ഗൈബിയ്യ. ഗൈബിയായ കാര്യത്തിലുള്ള നമ്മളുടെ ഉറച്ച വിശ്വാസം. അതായത് അല്ലാഹു തൊട്ട്, പിന്നെ മലായിക്കത്ത്, സ്വർഗ നരകം, അതേപോലെ ഖബർ, സിറാത്ത്, ഇതെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം ഗൈബാണ്. ഇതാരും കണ്ടിട്ടില്ല, ആരും അനുഭവിച്ചറിഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞെന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നു, യുഅ്മിനൂന ബിൽ ഗൈബി. അതങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്തു. ഈമാനുൻ ജാസിം. രണ്ടാമത്തെ അഖീദ ഉലമാക്കൾ പറഞ്ഞു അത് ഇബാദത്തുകളെല്ലാം ഉൾക്കൊള്ളിക്കപ്പെട്ട മുഴുവൻ സംഗതിയും. കാരണം ഒരു അഖീദ കൃത്യമായ ആളുകളിൽ നിന്ന് ഉണ്ടാവുന്ന അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനും അവന്റെ ഇഷ്ടം ലഭിക്കാനുമായിട്ട് ചെയ്യുന്ന പ്രവർത്തികളും പറയുന്ന വാക്കുകളും ഉള്ളിലുള്ളതും പുറത്തുള്ളതുമെല്ലാം അഖീദയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തേത് പ്രധാനപ്പെട്ട വിഷയമാണ്. അന്നഹ അഖീദത്തുൻ തൗഖീഫിയ്യ. തൗഖീഫിയ്യ എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിലെ അഖീദ എന്ന് പറയുന്നത് ഖുർആനും ഹദീസും പറഞ്ഞെടുത്ത് നിൽക്കുന്ന അഖീദയാണ്. മനുഷ്യന്റെ ബുദ്ധിക്ക് അവിടെ സ്ഥാനമില്ല, ആളുകളുടെ അഭിപ്രായങ്ങൾക്ക് സ്ഥാനമില്ല, ഉമ്മത്തിന്റെ ഐക്യകണ്ഠേനയുള്ള തീരുമാനങ്ങൾക്കും സ്ഥാനമില്ല. അനുമാനിച്ച് ഒന്നിനെ മറ്റൊന്നിനോട് ചേർത്ത് ഖിയാസ് ചെയ്ത് പറയുന്നതിനും അഖീദയിൽ സ്ഥാനമില്ല. വിശ്വാസപരമായ കാര്യങ്ങളുടെ ലാസ്റ്റ് വാക്ക് ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ്. അതിനാണ് തൗഖീഫിയ്യ എന്ന് പറയുക. അപ്പൊ അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം, ഉദാഹരണത്തിന്, അല്ലെങ്കിൽ മലായിക്കത്തിനെ കൊണ്ടുള്ള വിശ്വാസം, അതെങ്ങനെ ഇന്നാള് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അല്ലെങ്കിൽ ഇന്ന ഉലമാഇന്റെ ഇജ്മാ പോലെ ഇല്ല, ഇന്നാള് ഖിയാസ് ചെയ്ത് പറഞ്ഞ പോലെ ഇല്ല. അതിലെന്തേ ഉള്ളൂ? അള്ളാഹു പറഞ്ഞ പോലെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ പോലെ. ഇതാണ് തൗഖീഫിയ്യ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. അഖീദത്തുൽ ഇസ്ലാമി മൗഖൂഫത്തുൻ അലാ കിതാബില്ലാഹ്.
ഇസ്ലാമിലെ അഖീദ അള്ളാഹുവിന്റെ കിതാബിൽ മൗഖൂഫാണ്. എന്താ വഖഫ എന്ന് പറഞ്ഞാൽ? നിൽക്കുക, നിർത്തപ്പെട്ടതാണ്. അങ്ങ് പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് പോകൂല. وما صح من سنة رسوله محمد بن عبد الله صلى الله عليه وسلم. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് സ്വഹീഹായതിലും മൗഖൂഫാണ്. അല്ലാഹു പറഞ്ഞതിൽ, ഹദീസുകളിൽ സ്വഹീഹായതിലും അഖീദ മൗഖൂഫാണ്. അതിന് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അതായത് അള്ളാഹുവിനെ അറിഞ്ഞ ആരിഫീങ്ങളായ, അതേപോലെ തഖ്വയുള്ളവരായ, വാക്കിലും പ്രവൃത്തിയിലും സൂക്ഷ്മത കാണിക്കുന്ന, കറാഹത്ത് പോലും ചെയ്യാത്ത ആളുകളൊക്കെ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാലും നമ്മൾ അതിനെ അഖീദയായി സ്വീകരിക്കൂല. തബ്ലീഗിന് പറ്റിയ വലിയൊരു അബദ്ധം അവിടെയുണ്ട്. തബ്ലീഗ് പറയാൻ കാരണം നമുക്ക് ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാട്ടോ. എന്താ പറയുന്നത് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു അഹ്ലുസുന്നയുടെ ഉസൂൽ അവരുടെ മുന്നിൽ വെച്ചാൽ, വിശ്വാസപരമായ കാര്യത്തിൽ തന്നെ ആവട്ടെ, അത് അവരുടെ നിസാമുദ്ദീനിൽ ഉള്ള, നിസാമുദ്ദീൻ എന്ന അവരുടെ ലോക മർക്കസ് ഡൽഹിയിലുള്ള അവിടെയുള്ള ഉലമാഇന്റെ ഉസൂലിന് എതിരായാൽ അതവർ വിശ്വസിക്കൂല. വിശ്വസിക്കൂല മീൻസ് അവര് അത് ഉൾക്കൊള്ളൂല. അപ്പൊ തന്നെ അവര് പറയും അത് നിസാമുദ്ദീനിലെ ഉസൂലിനെതിരാണല്ലോ. അതാണ് പ്രശ്നം. അഖീദ തൗഖീഫിയാണ്, ഒരു വ്യക്തിയിലേക്ക് ചേർക്കേണ്ട സംഗതിയല്ല. അല്ലെങ്കിൽ നമ്മളുടെ ഉലമാക്കളിലേക്ക്, ഇപ്പൊ നമ്മളെല്ലാം ആയിക്കോട്ടെ, കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു നൂറ്റാണ്ട് കാലം പിന്നിട്ടിരിക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനം, ഇതിന്റെ ഉലമാക്കൾ, KJUവിന്റെ പണ്ഡിതന്മാർ കൂടിയിരുന്ന് ആലോചിച്ച് വിശ്വാസപരമായിട്ടുള്ള ഒരു സംഗതിയെ അവരിലേക്ക് ചേർത്തു പറഞ്ഞാൽ അനുയായികളായിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എന്തോ പറയാൻ മടിയുള്ള പോലെ തള്ളും, നമ്മൾ തള്ളും. എന്തുകൊണ്ട്? അഖീദ തൗഖീഫിയാണ്. അഖീദയുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ എന്തു പറഞ്ഞോളും? ഇതെവിടെ നിന്ന് കിട്ടി? ഖാല അല്ലാഹ്, അല്ലാഹ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. അല്ലെങ്കിൽ സഹ്ഹൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിൽ നിന്നും ഇങ്ങനെ സ്വഹീഹായി വന്നിട്ടുണ്ട്, സ്വീകരിക്കും. ഇല്ലേ മർദൂദ്, തള്ളപ്പെടും. അത്ര കണിശത കാണിക്കണം അഖീദയുടെ വിഷയത്തിൽ. എന്നാൽ ഫിഖ്ഹോ അങ്ങനെയാവാം ഇങ്ങനെയും ആവാം. റുബ്ബമ, ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുജൂദിലേക്ക് പോകുമ്പോൾ മുട്ട് വെക്കണോ കൈവെക്കണോ? ശരിക്കും അതിന് സമ്പാദത്തിന്റെ കാര്യമില്ല. അതിൽ ഒരു ദിവസം സമ്പാദത്തിന് ഇരിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഹദീസ് രണ്ടിലും സഹീഹാണ്. മുട്ടുവെക്കുന്നതിലും സഹീഹാണ്, കൈകുത്തുന്നതിലും സഹീഹാണ്. അതുകൊണ്ട് ഇൽമറിഞ്ഞ ഇജ്തിഹാദിന് കഴിവുള്ള ഉലമാക്കൾ, സലഫി ഉലമാക്കൾ പറഞ്ഞു, റുബ്ബമ, ചിലപ്പം താറത്തൻ കൈവെക്കും, ചിലപ്പം മുട്ടും വെക്കും. രണ്ടങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താലും നിസ്കാരം എന്താണ്? സ്വഹീഹാണ്. പക്ഷെ അഖീദയിൽ അങ്ങനത്തെ ഒരു വർത്താനം പറയില്ല. ഇങ്ങനെയാലും കുഴപ്പമില്ല, ഇങ്ങനെയാലും കുഴപ്പമില്ല. അഖീദയിൽ അത് വരൂല. കാരണം അത് തൗഖീഫിയാണ്. അള്ളാഹിന്റെ കിതാബിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലും ഫലൈസത് മഹല്ലൻ ലിൽ ഇജ്തിഹാദ്, അഖീദ ഇൽമുള്ള ആളുകൾക്ക് ഇജ്തിഹാദ് ചെയ്ത് പറയാനുള്ള ഒരു സംഗതിയേ അല്ല. ഇപ്പൊ വിശ്വാസപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരു സംശയം നമ്മൾ ആലിമീങ്ങളോട് ചോദിച്ചാല് അവർക്ക് എന്ത് പറയാൻ അവകാശമില്ല? നമ്മളൊന്ന് ഇജ്തിഹാദ് ചെയ്യട്ടെ, നമ്മളൊന്ന് ആലോചിക്കട്ടെ, നമ്മളൊരു ആലോചിച്ചൊരു തീരുമാനത്തിലെത്തട്ടെല്ലോ. നിങ്ങൾ തീരുമാനത്തിലെത്തേണ്ടതല്ല. അത് ഖുർആൻ എന്ത് പറയുന്നു അതാണ് അഖീദ. റസൂലുള്ളാഹി തങ്ങൾ സഹിയായിട്ട് എന്ത് വന്നോ അതാണ് അഖീദ. ലിഅന്ന മസാദിറഹാ തൗഖീഫിയ്യ. കാരണം അഖീദയുടെ മസ്ദർ, അതിന്റെ ഉത്ഭവസ്ഥാനം തൗഖീഫിയാണ്. എവിടെ? ഖുർആനിലും റസൂലുള്ളാഹി തങ്ങളുടെ സഹിഹായ ഹദീസിലും. وذلك أن العقيدة الصحيحة لا بد فيها من اليقين الجازم. കാരണം അഖീദ എന്ന് പറഞ്ഞാൽ വളരെ ശക്തവത്തായ ഉറപ്പ് അതിൽ വിശ്വാസിക്ക് ആവശ്യമാണ്. ആ ഒരു ജാസിമായ യഖീൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതിലേ കിട്ടൂ? ഖുർആനിലും സഹിഹ ഹദീസിലും മാത്രമേ കിട്ടുള്ളൂ. വ്യക്തി പറഞ്ഞാൽ എനിക്കൊക്കെ ആയിരിക്കും, അയാളെ പറ്റി അറിയാത്ത നിങ്ങൾക്കോ സംശയം വരും. അയാളെ പറ്റി തീരെ അറിയാത്ത ആളോ അയാൾ എതിർക്കും. പക്ഷെ ഖുർആനിലും സുന്നത്തിലും അത് വരൂല. അപ്പൊ ജാസിമായി യഖീൻ ഉണ്ടാവേണ്ട സംഗതിയാണ് അഖീദ. അതുകൊണ്ട് വ്യക്തികളിൽ നിന്ന് സ്വീകാര്യമല്ല, ഖുർആനിൽ നിന്നും സ്വഹീഹായ ഹദീസിൽ നിന്നും മാത്രമേ അത് സ്വീകരിക്കാവൂ. ഫലാ ബുദ്ദ അൻ തകൂന മസാദിറഹാ മജ്സൂമൻ ബിസിഹതിഹാ. അതിന്റെ മസ്ദറും എത്രത്തോളം അഖീദ ഉറച്ച
വിശ്വാസപ്രകാരമാകണമോ അത്രത്തോളം ഉറപ്പുണ്ടായിരിക്കണം അതിന്റെ ഉത്ഭവത്തിനും, അല്ലെങ്കിൽ അതിന്റെ നമ്മൾ ഏതിൽ നിന്നാണോ എടുക്കുന്നത് അതിനും. സംഭവം മനസ്സിലായോ? അതായത് അഖീദ ജാസിമായ യഖീനാണ്. അത്ര ഉറപ്പ് മനസ്സിൽ വേണം, തെറ്റിക്കൂടാ. ആ ഉറപ്പായ സംഗതി ആരിൽ നിന്നെടുക്കണം? ഒരിക്കലും തെറ്റുവരാൻ ചാൻസ് ഇല്ല എന്ന് അതേ ഉറപ്പുള്ള വസ്തുവിൽ നിന്നും. അത് ഈ രണ്ടിലും മാത്രമേ നമുക്കുള്ളൂ. ഏതിൽ? കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അത് രണ്ടും എന്തു പറഞ്ഞോ അതാണ് അഖീദ. വഹാദ, ഈ പറയപ്പെട്ട ഈ ഉറപ്പുള്ള മസ്ദർ, ഉറപ്പുള്ള കേന്ദ്രം, ഉത്ഭവം, ലാ യൂജദു, അത് ലഭ്യമല്ല, ഇല്ല ഫി കിതാബില്ല, എവിടെയല്ലാതെ? അള്ളാന്റെ കിതാബിലല്ലാതെ. വമാ സഹ്ഹ മിൻ സുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിൽ നിന്നും സഹീഹായതിലും അല്ലാതെ. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ആലിമീങ്ങൾ ഖുർആൻ പറയുമ്പം അതിന്റെ കൂടെ ഒന്നും ചേർക്കാനൊന്നുമില്ല. ഖുർആൻ മൊത്തത്തിൽ എന്താണ്? സഹിയാണ്. പക്ഷെ സുന്നത്ത് പറയുമ്പോൾ ഉലമാക്കൾ എടുത്തു പറഞ്ഞു എന്ത്? അതിൽ നിന്നും സഹീഹായതിൽ. അപ്പൊ അത് വെറുതെ എടുത്തൂടാ. ഹദീസ് ലഫ്ദ് വായിച്ച്, ഹദീസ് ഗ്രന്ഥം അറബി ഭാഷ പഠിച്ചതിനെ കൊണ്ട് മാത്രം എന്ത് കിട്ടൂല? ഹദീസിന്റെ സിഹത്ത് കിട്ടൂല. ഹദീസ് ഉസ്താദിൽ നിന്നും തന്നെ പഠിക്കണം. ഹദീസിനെ പഠിച്ച, ഹദീസ് വിശകലനം ചെയ്ത, അതിന്റെ ദുഅഫും സിഹത്തും ഒക്കെ തിരിച്ചറിഞ്ഞ ആളുകളിൽ നിന്നും തന്നെ ഹദീസ് സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ആരെ പോലെയാവും? തബ്ലീഗിനെ പോലെയാവും. നിങ്ങൾ ഇയാളെന്താ തബ്ലീഗിനെ മാത്രം പറയുന്നത് വിചാരിക്കണ്ട. അതങ്ങനെ ആയതുകൊണ്ടാണ് ഈ പറയുന്നത്. അവരങ്ങനെയാണ്. എന്തു സ്വീകരിക്കും? ദഈഫാണോ? നമ്മൾ ഉലമാക്കൾ പറയുന്നുണ്ടല്ലോ. മൗദൂഉം മക്ദൂബുമാണോ? നമ്മൾ ഉലമാക്കൾ പറയുന്നുണ്ടല്ലോ. അതൊരു വിശ്വാസിയുടെ രീതിയേ അല്ല. കെട്ടിച്ചമക്കപ്പെട്ട ഷിയാക്കൽ ഉണ്ടാക്കി കളവ് കെട്ടിപ്പറഞ്ഞ ഹദീസുകൾ വരെ ലൗലാക ലൗലാക ലമാ, കേട്ട ഓർമ്മയില്ല? പുതിയവർ കേട്ടിട്ടുണ്ടാവില്ല, പഴയവർക്കാ പരിചയം. ഇപ്പൊ പറയില്ല ആരും. ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാക്, താങ്കൾ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ഭൂഖണ്ഡം തന്നെ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനെ സംബന്ധിച്ച് പറഞ്ഞു എന്ന് പറയാറുണ്ട് പലപ്പോഴും. എന്തിന്? അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ഒരു വലിയ മഹത്വം കാണിക്കാൻ. തബ്ലീഗിന്റെ പലരും അവരുടെ ബയാനിൽ പറയുന്നത് ഞാൻ എൻ്റെ ഈ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. മുമ്പ് ഇപ്പം പറയുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല. എന്റെ കാര്യം ഇതാണ്. അവർക്ക് സിഹത്ത് നോക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അഖീദയില്ല, മൻഹജും ഇല്ല, ഒരു മസ്ദറും ഇല്ല. ആകെയുള്ളത് അമീർ സാഹിബ് പറഞ്ഞു, അല്ലെങ്കിൽ നിസാമുദ്ദീനിലെ അക്കാബിരികൾ പറഞ്ഞു. സലഫികൾ അങ്ങനെയല്ല. സലഫികൾക്കൊരു മൻഹജുണ്ട്. അത് കിതാബുല്ലാഹ് വമാ സഹ്ഹ മിൻ സുന്നത്തി റസൂലില്ലാഹ്. അല്ലാഹു ഇസ്തിഖാമത്ത് നസീബാക്കി തരട്ടെ. വഅലൈഹി ഫഇന്ന ജമീഅൽ മസാദിരി ദ്വന്നിയ്യ, അങ്ങനെ വിഷയം അങ്ങനെയാണെങ്കിൽ ഊഹാപോഹങ്ങളിലൂടെ ഉണ്ടാവുന്ന മസ്ദറുകൾ. മസ്ദറിന്റെ അർത്ഥം മനസ്സിലായോ? ഉത്ഭവ കേന്ദ്രം. ഈ അഖീദ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ നിന്ന് കിട്ടി എന്ന് പറയുമല്ലോ. ആ ഇതിൽ നിന്ന്, അതാണ് മസ്ദർ. ഊഹത്തിലുള്ള മസ്ദർ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭാവനയിലുള്ള മസ്ദർ. കൽ ഖിയാസി, ഖിയാസ് ചെയ്യുന്ന പോലെ. മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ആക്കിയാൽ ഓക്കെയാണ് എന്നിങ്ങനെ ഊഹനുസരിച്ച് ഖിയാസ് ചെയ്ത ഒരു അഖീദാപരമായ വിഷയം. അതേപോലെ വൽ അഖ്ലിൽ ബശരി, മനുഷ്യന്റെ ബുദ്ധിക്ക് ചിന്തിച്ചപ്പോ അങ്ങനെ നന്നായിട്ട് തോന്നി, അങ്ങനെ വന്നിരിക്കുന്ന ഒരു കാര്യം. ലാ യസിഹു അൻ തകൂന മസാദിറൻ ലിൽ അഖീദ, അതൊരിക്കലും അഖീദയുടെ മസ്ദറാവാൻ സാധ്യമേ അല്ല, സ്വീകരിക്കപ്പെടുകയേ ഇല്ല. ഫമൻ, ഇനി ആരെങ്കിലും ഒരാൾ ജഅല ശൈഅൻ മിൻഹാ മസ്ദറൻ ലിൽ അഖീദ, ഈ പറയപ്പെട്ട ഖിയാസിനെയോ ഊഹങ്ങളെയോ വിചാരങ്ങളെയോ മനുഷ്യന്റെ ബുദ്ധിയെയോ അഖീദയുടെ മസ്ദറായി സ്വീകരിച്ചാൽ ഫഖദ് ജാനബ സവാബ, അവൻ ശരിയിൽ നിന്നും തെറ്റിയിരിക്കുന്നു. വിശ്വാസപരമായിട്ടുള്ള എന്തിനും ഏതിനും നമ്മളെ കൈമിൽ എന്തുണ്ടാവണം? മസ്ദർ ഉണ്ടാവണം. ആ മസ്ദർ ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ്, അതില്ലേ അവൻ ശരിയിൽ നിന്ന് തെറ്റിയിരിക്കുന്നു. വജഅല അൽ അഖീദത മഹല്ലൻ അങ്ങനെ ചെയ്തവൻ ഒന്ന് തെറ്റിപ്പോയി, രണ്ടാമത് അവൻ അഖീദ എന്ന ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ കാര്യത്തെ തെറ്റാവുന്ന ശരിയും സംഭവിക്കാവുന്ന മനുഷ്യന്റെ ബുദ്ധിയിലേക്ക് ചേർത്ത് പറഞ്ഞിരിക്കുന്നു. അവൻ വലിയ അബദ്ധത്തിൽ ചാടിയിരിക്കുന്നു. കാരണം എന്താ വെച്ചാല് കിതാബുല്ലാഹിയും സുന്നത്തു റസൂലുള്ളാഹിയും എന്തല്ല, യുസീബു വയുഖ്തിഉ എന്ന കൂട്ടത്തിൽപ്പെട്ടതല്ല. യുസീബു യുഖ്തിഉ എന്ന് പറഞ്ഞാൽ
നിങ്ങൾ മനസ്സിലാവാത്ത എന്നോട് ചോദിക്കണേ. ശരിയാവാനും ചാൻസ് ഉണ്ട്, തെറ്റാനും ചാൻസ് ഉണ്ട് എന്ന് പറയപ്പെട്ടതിലല്ല ഖുർആനും സുന്നത്തും. കാരണം ഒന്ന് അല്ലാഹുവിന്റെ തൻസീലും മിർ റബ്ബിൽ ആലമീൻ, രണ്ട് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. ബാക്കിയെല്ലാം യുസീബു വയുഖ്തി. അങ്ങനെയുള്ളൊരു സംഗതിയിലെ അഖീദയെ ചേർത്ത് പറയാൻ പാടുള്ളതേയല്ല. അശായിരികൾ നമ്മുടെ നാട്ടിലുള്ള അധിക സമസ്തക്കാരായാലും തബ്ലീഗാരായാലും, തബ്ലീഗിന് സമസ്തനെയും വേറെ വേറെ പറയേണ്ട, രണ്ടും അഖീദയിൽ സമാണ്. അവരൊക്കെ അശ്അരിയാക്കളാണ്. അതായത് അശ്അരി അഖീദ, അശ്അരി ഉസൂൽ അനുസരിച്ച് അഖീദ പറയുന്നവരാണ്. അവർ അഖീദയെ എങ്ങോട്ട് ചേർത്തു? അശ്അരിയുടെ ഉലമാക്കളിലേക്ക് ചേർത്തു. അഥവാ മസ്ദറിനെ തെറ്റും ശരിയും സംഭവിക്കാവുന്നവരിലേക്ക് ചേർത്തു. അതോടെ അവർ ജാനബ സ്വവാബ്, ശരിയിൽ നിന്നും തെറ്റി. സലഫികളുടെ പ്രത്യേകത എന്താ? അവരങ്ങനെ ചേർക്കൂല. ഇന്ന് നിലവിലുള്ള സലഫി ഉലമാക്കളുടെ നേതാവാണ് ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ്. അദ്ദേഹം തന്നെ എനിക്കിങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞ് അഖീദപരമായിട്ടൊരു വിഷയം പറഞ്ഞാൽ നമ്മുടെ നേതാവ് പറഞ്ഞല്ലേ, നോ, നമ്മളതിനെ തള്ളും, മാറ്റിവെക്കും, ശരിയല്ല, കാരണം മസ്ദർ ശരിയായില്ല. അതാണ് അതിന്റെ പ്രത്യേകത, ഗൗരവം. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ലോകാടിസ്ഥാനത്തിൽ സലഫികൾ ഒരു ചർച്ചാ വിഷയമാവുന്നത്. അവരുടെ ഈ കണിശത കാരണത്താൽ. ആ കണിശതയാണ് ദീനിന് ആവശ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും അഖീദയുടെ കാര്യത്തിൽ അത്ര വലിയ കണിശത കാണിച്ചവരാണ്. 10 ആൾക്കാർ റസൂലുള്ളാഹിനെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നല്ലോ. ആ ഒരു വ്യത്യാസം ഞാൻ പറയാം സലഫികളുടെ തബ്ലീഗിന്റെ. തബ്ലീഗ് പറയുമ്പോൾ സമസ്തയുടെ കൂട്ടത്തിൽ കൂട്ടണേ, കാരണം രണ്ടൊന്നായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 10 പേരും ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നു. 9 ആളുടെയും കൈ പിടിച്ചു, ബൈഅത്ത് ചെയ്തു. സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 10ാമത്തെ ആള് കൈ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ എന്താന്ന് റസൂല് കൈ വലിച്ചു. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ബായഅത 9 വതറക്ത ഹാദാ, 9 ആളെയും അങ്ങ് ബൈഅത്ത് ചെയ്തല്ലോ, ഇയാളെ മാത്രം എന്താ ഒഴിവാക്കിയത്? ഒറ്റ മറുപടി, അവന്റെ കയ്യിലൊരു ചരട് കാണുന്നു. നമ്മളെന്ത് പറയും? സെലഫികള് ചരട് കണ്ടു, ഒഴിവാക്കി, ഖലാസ്. തബ്ലീഗുകാർ എന്ത് പറയും? അതെന്ത് ചരടാ നോക്കണ്ടേ, അതെന്തിന് കെട്ടിയതായിരിക്കും? ചിലപ്പം വെറുതെ സ്റ്റൈലിൽ കെട്ടിയതാണെങ്കിലോ? അതല്ല, അതിന് വിശ്വാസമൊന്നുമില്ല, അതിനെ ഒരു വസീലയാക്കിയിട്ട് കെട്ടിയതാണെങ്കിലോ? ആര് പറയും? യഥാർത്ഥ മസ്ദറിൽ നിന്ന് അഖീദ പഠിച്ച് കണിശത കാണിക്കാത്തവർ അതിനെ അങ്ങനെ വ്യാഖ്യാനിച്ച് നേരെയാക്കാൻ ശ്രമിക്കും. സലഫിയുടെ നിലപാട് എന്താണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത അതേ നിലപാടും ആ കണിശതയുമാണ്. കൈവലിച്ചു, നമുക്ക് അത്രയുള്ളൂ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ഈ സഹാബി ഈ വന്നാള് തന്റെ വിരൽ അതിന്റെ ഉള്ളിലിട്ട് പൊട്ടിച്ചു. അത് ദൂരെ വലിച്ചെറിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ നീട്ടി അയാളെയും ബിഅത്ത് ചെയ്തു. അതാണ് അഖീദയിലുള്ള കണിശത. അത് കൃത്യമായിരിക്കണം. അള്ളാഹു നമ്മുടെ മുൻകാല ഉലമാക്കളെ അനുഗ്രഹിക്കട്ടെ, അവരുടെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. തീർച്ചയായും KJUവിന്റെ ആ കേസരികളായ പണ്ഡിതന്മാർ അഖീദന്റെ കാര്യത്തിൽ അത് കാണിച്ചിട്ടുണ്ട്. ഈ കാരണം കൊണ്ടാണ് മസ്ദറിൽ നിന്ന് തെറ്റുകയും ആളുകളിലേക്കോ ബുദ്ധിയിലേക്കോ ഭാവനയിലേക്കോ വിചാരങ്ങളിലേക്കോ അഖീദയെ മാറ്റുകയും ചെയ്യുന്നു എന്ന കാരണം കൊണ്ടാണ് അഹ്ലുൽ കലാം, അഹ്ലുൽ കലാമിന്റെ ആളുകൾക്ക് അഖീദ തെറ്റിയത്. അത് അഹ്ലുൽ കലാം മുമ്പൊരു ക്ലാസ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഫിലോസഫി പറയുന്ന ആൾക്കാർ, അതായത് മനുഷ്യന്റെ ബുദ്ധിയെ മാത്രം കേന്ദ്രീകരിച്ച് ചിന്തിച്ച് ഭാവിച്ച് പറഞ്ഞ് ഉസൂലുകൾ ഉണ്ടാക്കും. അവര് ദീന്റെ ഒരു ഉസൂലുണ്ടല്ലോ, സയൻസ് റസൂലിന്റെ ആൾക്കാര്, ജഹ്മിയ്യാക്കൾ പോലെ, മുഅ്തസില പോലെ, അശാഇറ പോലെ, ഇവരൊക്കെ എന്ത് ചെയ്തു? ഹീനമാ ജഅലുൽ അഖ്ല മസ്ദറൻ മിൻ മസാദിരിൽ അഖീദ, ഇവർ മനുഷ്യന്റെ ബുദ്ധിയെ അഖീദയുടെ മസ്ദറുകളിൽപ്പെട്ട ഒരു മസ്ദറാക്കി മാറ്റി. വഖദ്ദമൂഹു അല നുസൂസ് ശർഇയ്യ, ശർഇന്റെ നസ്സുകളെക്കാൾ മുമ്പിൽ അവർ ബുദ്ധിയെ സ്ഥാപിച്ചു. ശർഇന്റെ നുസൂസുകൾ ഏതൊക്കെയാ? ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ്. ഇതിനേക്കാൾ മുമ്പ് അവർ അവരുടെ ബുദ്ധി കൊണ്ടുവന്നു വെച്ചു. ഹത്താ അസ്ബഹൽ ഖുർആൻ വസ്സുന്ന ഇൻദഹും താബിഈന ലിൽ അഖലിൽ ബശരി. എത്രത്തോളം ഖുർആനും സുന്നത്തും അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ബുദ്ധിയുടെ താബിഉ മാത്രമാണ്. യഥാർത്ഥത്തിൽ എങ്ങനെയാ വേണ്ടത്? അഖില് ഖുർആന്റെയും സുന്നത്തിന്റെയും താബിഅ ആവണം.
മത്ബൂ എപ്പോഴും ഖുർആനും സുന്നത്തുമാണ്. പിൻപറ്റപ്പെടേണ്ടത് ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹ്. ഇവരെന്താക്കി? പിൻപറ്റപ്പെടേണ്ടതിനെ അഖലാക്കി. അതിന്റെ പിറകിൽ എന്താക്കി? ഖുർആനെയും ഹദീസിനെയും വെച്ചു. അതോടെ അവരുടെ അഖീദ ബാത്തിലായി. വഹാദാ ഫീഹി, ഇത് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ അവരുടെ അഖീദ തെറ്റിപ്പോയി എന്ന് മാത്രമല്ല, ബുദ്ധിയെ മുന്നിൽ വെക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? വഹാദാ ഫീഹി നൗഉ ഇസ്തിഹാനത്തിൻ ബികിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഖുർആനെയും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെയും പരിഹസിക്കുന്നതിനും കളിവാക്കുന്നതിനും തുല്യമാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും വലുത് എന്താ? നമുക്ക് നമ്മുടെ അഖല്. കാസർഗോഡുള്ള ചില വിസ്ഡം പ്രവർത്തകര് എൻ്റെ കൂടെ ഉംറക്ക് വരുന്ന ആൾക്കാരോട് ചോദിച്ചത്രേ, അയാളെ പല ഉംറക്ക് പോയാൽ ശരിയാവോ? ഇയാൾ ചോദിച്ചാൽ എന്താ? അയാൾ സംസം വെള്ളമെല്ലാം കൊണ്ടുവരാൻ വിടുവോ? എന്താ കാര്യം? നിങ്ങൾക്ക് ഇവിടുത്തെ കിട്ടിയ എടാ സംസം വെള്ളം കൊണ്ടുവരാൻ സമ്മതിക്കുമോ? എൻ്റെ ഭാഷയ്ക്ക് തിരിയുന്നില്ല. എനിക്ക് ഇടക്ക് കാസർഗോഡ് വരും. അയാൾ സംസം വെള്ളം കൊണ്ടുവരാൻ സമ്മതിക്കുമോ? എന്തായാലും ചോദിച്ചതിന്റെ പിറകിലുള്ള കാര്യം കേന്ദ്രമാർ ആരാണ്? അങ്ങനെ പ്രചരിപ്പിക്കുന്നത്. കേന്ദ്രമാർ സംസം വെള്ളത്തെ എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല. അയാളിപ്പം കേന്ദ്രമിൽ അതുകൊണ്ട് എന്ത് ചെയ്യില്ല? സംസം കൊണ്ടുവരാൻ വിടൂല. പക്ഷെ സംസം വെള്ളം കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞവർക്ക് പറ്റിയ അബദ്ധം ഇപ്പൊ മനസ്സിലായോ? ഖദ്ദമുൽ അഖ്ല അല നുസൂസ് ശർഇയ്യ. അവര് ബുദ്ധി എന്ത് ചെയ്തു? ശർഇന്റെ നസ്സുകൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. തെറ്റേ പിന്നെ പറയുള്ളൂ. കാരണം അവർക്ക് നസ്സില്ല. അവരുടെ ബുദ്ധി അനുസരിച്ച് അവർ മനുഷ്യന്റെ ബുദ്ധി എപ്പോഴും ചെറുതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാഉ സംസം ലിമാ ശുരിബ ലഹ്. സംസം വെള്ളം എന്താണ് സംഭവം? എന്തിനു വേണ്ടിയാണോ കുടിക്കപ്പെടുന്നത് അതിനു വേണ്ടിയാണ്. അവിടെ നമ്മൾ അതില്ല. ഈ നോട്ടമുണ്ടല്ലോ, എന്ത് നോട്ട? ഇതിനെ പ്രവർത്തിപ്പിക്കുകയാണ്. അതില്ല. ആർക്ക്? നസ്സിൽ നിന്ന് അഖീദ എടുത്തവർക്ക് അതില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അഖീദന്റെ മസ്ദർ ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പറഞ്ഞത് സ്വഹീഹാണ് എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ലാത്ത സ്ഥിതിക്ക് നമ്മളുടെ അഖീദയും മാഉ സംസമിൽ അല്ലാഹുവിന്റെ റസൂലിന് എന്താണോ അത് തന്നെയാണ്. ബുദ്ധിയെ മുന്നിൽ വെച്ചാൽ അവിടെ പ്രശ്നം പറ്റും. ഏതുപോലെ ഈച്ച വെള്ളത്തിൽ വീണ എന്ത് ചെയ്യണം? ഒന്നുകൂടെ മുക്കണം. അപ്പൊ ഇതിനെ ഉപയോഗിക്കുന്ന ആള് എന്ത് ബഗിള്. ഇപ്പൊ ഇവര് പറയുന്നത് ഒന്നാമത് വിഷം, പിന്നെ ഒന്നുകൂടി മുക്കിയിട്ട് വിഷാക്കണം എന്നാ ഈ പറയുന്നത്. പക്ഷെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അതൊരു ചിറക് കുത്തിയിട്ടേ വീഴുള്ളൂ. അതിപ്പോ സയൻസ് പറഞ്ഞു, ഒരു ചിറക് കുത്തിയിട്ടേ ആ വെള്ളത്തിൽ വീഴുള്ളൂ. ആ ചിറകിലാണ് വിഷം ഉണ്ടാവുക. അതിന്റെ മറ്റേ ചിറകിൽ എന്തുണ്ട്? ആ വിഷം ഇല്ലാണ്ടാക്കാനുള്ള സംഭവമുണ്ട്. അതുകൊണ്ട് അന്ന് റസൂലുള്ളാഹി എന്ത് പറഞ്ഞത്? കുത്താൻ. പക്ഷെ നമ്മൾ കുത്തുന്നത് എന്തിട്ടാ? എന്തിനാ നമ്മൾ കുത്തുന്നത്? സയൻസ് അങ്ങനെ പറഞ്ഞുകൊണ്ടല്ല. നമ്മളെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് കുത്തിയിട്ടെടുത്ത് കുടിച്ചോളും. അതെന്തിനാ? അല്ലാഹു അഅലം. ഇതാണ് അഖീദ. ഇതാണ് നസ്സിൽ നിന്ന് അഖീദ സ്വീകരിക്കുന്നവരുടെ നിലപാട്. അവർ അതിന്റെ അപ്പുറത്തുള്ള സയൻസിനെ പറ്റി ചിന്തിക്കുകയില്ല. ആ കണിശതന്നെ വേണ്ട. മക്കൾക്ക് നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട്. നമ്മൾ മക്കളോട്, മക്കളെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ തട്ടാൻ പാടില്ല. സുന്നത്തതാണ്. കാരണം വിരൽ കൊണ്ടാണ് ഇങ്ങനെ എടുത്ത് ഉരുട്ടിയിട്ട് തട്ടല് എന്തില്ല. ഇപ്പോഴും പല സെൽഫികളും കല്യാണ വീട്ടിലൊക്കെ പോയാൽ നോക്കിയാൽ കാണാം. ഇങ്ങനെ ഉരുട്ടി ഇറച്ചി, അച്ചാറ്, തൈര് എല്ലാം കൂട്ടി അടിച്ചിട്ട്. ശരിയല്ല സംഭവം. കാരണം ഇപ്പൊ സയൻസ് എന്ത് പറഞ്ഞു? ഇവിടെ ഉള്ള വിയർപ്പ് നമ്മുടെ ആമാശയത്തിലേക്ക് ചെന്നാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ മക്കൾക്ക് നമ്മൾ സുന്നത്ത് പഠിപ്പിക്കുമ്പോൾ എന്ത് പറഞ്ഞു കൊടുക്കരുത്? മക്കൾ അങ്ങനെ ഒരു വിയർപ്പുണ്ട്, അതുകൊണ്ട് അവിടെ തട്ടാൻ പറ്റണോ? അത് പിന്നെ അവർ മനസ്സിലായിക്കോളും. അവർക്ക് പറഞ്ഞു കൊടുക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തിന്നാനാണ് പഠിപ്പിച്ചത്, അതുകൊണ്ട് അങ്ങനെയേ തിന്നാവൂ. അപ്പോഴേ അവരുടെ അഖീദ ശരിയാവുള്ളൂ. ഈമാനുൻ ജാസിം, യഖീനുൻ ജാസിം. അന്നേരം ആരെങ്കിലും ചോദിക്കും നമ്മളെ മക്കളോട്, എല്ലാ മക്കളെ നിങ്ങൾ എന്താ ഈ വെള്ളോണ്ട് ഇങ്ങനെ തിന്നത്, എന്താ ഉള്ളം കൈ തട്ടിക്കാത്തത്? നമ്മളെ മക്കളുടെ മറുപടി എന്തേ ആകാവൂ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാ ചെയ്തത്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു. അതാണ് സത്യവിശ്വാസം. സഹാബത്ത് എങ്ങനെയാണ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് അഹ്കാമുൽ ജനായിസിൽ സിഫത്തു സ്വലാത്തിൽ ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. നിസ്കാരത്തിനിടയിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരുപ്പ് ഊരി. അപ്പൊ എന്ത് മനസ്സിലായി? ചെരുപ്പ് ഇട്ടിട്ട് നിസ്കരിക്കാം, പ്രശ്നമില്ല. ചെരുപ്പ് ഊരി അതിന്റെ മുകളിൽ കയറി നിൽക്കുന്നത് ദീനിൽ പെട്ടല്ല.
അങ്ങനത്തെ രീതിയില്ല. മുജാഹിദീങ്ങളും ചെയ്യാറുണ്ട്. ഇപ്പൊ പുറത്തുനിന്നൊക്കെ മയ്യത്ത് നിസ്കരിക്കുന്നെങ്കിൽ ചെരിപ്പൂരി അതിന്റെ മുകളിൽ കയറിക്കാനോ ചെരുപ്പ് ഇട്ടിട്ടാണ് നിസ്കരിക്കണ്ടേ. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ജീവിതത്തിൽ എപ്പോഴെങ്കിലും മനഃപൂർവ്വം ചെരുപ്പ് ഇട്ടിട്ട് നിസ്കരിക്കണം, മുഖാലഫത്തുൽ യഹൂദാവാൻ. കാരണം ജൂതന്മാർ ചെരുപ്പ് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യില്ല, ഇബാദത്ത് ചെയ്യൂല. അവർക്കെതിരാവാൻ എന്ന് കാണിക്കാൻ വേണ്ടിയെങ്കിലും എന്ത് ചെയ്യണം, ചെരുപ്പ് ഇട്ടിട്ട് നിസ്കരിക്കണം. കാർപ്പറ്റ് കാരണമെന്നല്ല, പുറത്തുനിന്ന് നിസ്കരിക്കുമ്പോൾ. റസൂലുള്ളാഹി ചെരുപ്പൂരി. ഇത് കണ്ട സഹാബാക്കളൊക്കെ ചെരുപ്പൂരി. അതിന് വേറൊരു മസല കണ്ട്, നിസ്കാരത്തിൽ അങ്ങനെ അനങ്ങിയ നിസ്കാരം എന്താവൂല, ബാത്തിലാവൂല. ഫിഖ് എന്താ പറയാ, ഒരു തുടയിൽ ഒരു കൊതു കടിച്ചു, എന്ത് ചെയ്യും? ഒന്ന് പോട്ടെ, 2 കടിച്ചു, ചൊറിഞ്ഞല്ലേ പറ്റുള്ളൂ. എങ്ങനെ ചൊറിയും? ഫിഖ് അനുസരിച്ചാണെങ്കിൽ, മദ്ഹബ് അനുസരിച്ചാണെങ്കിൽ ആദ്യം കൈ വെക്കണം, പിന്നെ ഒരു വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് മാന്തണം, പിന്നെ ഒന്ന് മാന്തണം, പിന്നെ അതിന് മാന്തിൽ പറയില്ലല്ലോ. ഷാഫിക്ക് തന്നെയാണ് അനങ്ങാൻ പാടില്ല. ഇല്ല, നമുക്കിങ്ങനെ മാന്താം, പ്രശ്നമില്ല, നിസ്കാരം ബാത്തിലാവില്ല. കാരണം റസൂലുള്ളാഹി ചെരുപ്പ് ഊരിയപ്പോൾ സഹാബത്ത് എങ്ങനെയായിരിക്കും ഊരിയിട്ടുണ്ടാവുക? ഇങ്ങനെ റോബോട്ടിനെ പോലെ. അവരെ ചെരുപ്പ് കെട്ടിയിടുന്ന ചെരുപ്പല്ലേ, നമുക്കല്ലേ ഇപ്പൊ ഉള്ളിൽ കെട്ടുന്ന ചെരുപ്പ്, അവര് തോല് കെട്ടുന്നല്ലേ. അപ്പൊ ആ കെട്ട് ഊരിയിട്ട് ഊരണം. അപ്പൊ എത്ര അനക്ക് അനങ്ങിയിട്ടുണ്ടാവും? അങ്ങനെ നിസ്കാരം ബാത്തിലാവും. നിസ്കാരം ബാത്തിലാവുന്ന അനക്കെന്ന് പറഞ്ഞാൽ കാണുന്ന ഒരാൾക്കേ എന്തിപ്പ കളിക്കുന്നത് അങ്ങനെ തോന്നണം. ആ അനക്ക നിസ്കാരം ബാത്തിലാവുന്ന അനക്കം. അവരെല്ലാം ചെരുപ്പൂരി. നിസ്കാരം കഴിഞ്ഞു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു വേറൊരു മസല. അവിടെ വേറൊരു മസലയുണ്ട്. എന്താ അറിയോ? നിസ്കാരം എന്ന് പറഞ്ഞാൽ കൈകെട്ട്, തബ്ലീഗുകാരുടെ നിസ്കാരം എങ്ങനെയാണ്? അവർ പറയുന്ന നിസ്കാരം കൈകെട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഏതോ ഒരു മായാ ലോകത്തേക്ക് എത്തണം. അത് സൂഫിയുള്ള നിസ്കാരമാണ്. ദീന്റെ നിസ്കാരം അങ്ങനെയല്ല. റസൂലുള്ളാഹിന്റെ സുന്നത്ത് സിഫത്തുള്ള നിസ്കാരം അങ്ങനെയല്ല. ബോധത്തോടെ ഉണ്ടാവണം എന്നേ അർത്ഥമുള്ളൂ. വേറെ ഏതോ ലോകത്തെത്തി പരിസരത്തെ പറ്റി ഒരു ബോധവും പാടില്ല. അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂൽ ചോദിച്ചാ, നിങ്ങൾ എന്തിനാ ചെരുപ്പൂരിയത്? അപ്പൊ നിസ്കാരത്തിന് റസൂലുള്ളാഹി എന്ത് ശ്രദ്ധിച്ചു? ഇവർ ഈ ഊരുന്നത് ശ്രദ്ധിച്ചു. അവിടെ ഉടനെ തന്നെ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഊരിയത്? അവന് പറഞ്ഞ മറുപടി അതാണ് അഖീദ. റഅയ്നാക, നമ്മൾ നിങ്ങളെ കണ്ടു, നിങ്ങൾ ചെരുപ്പൂരുന്നു. ഫഖലഅനാ, അപ്പൊ നമ്മളും ചെരുപ്പൂരി. എന്തിന്? ഒന്നും അറിയില്ല. ഇതാണ് ശരിക്കുള്ള ഇത്തിബാ എന്ന് പറഞ്ഞാൽ. നസ്സിൽ നിന്ന് കാര്യം എടുക്കുക. അതിന്റെ അപ്പുറത്ത് എന്തിനാ എന്ന് പറയും. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ജിബ്രീൽ വന്നു എന്നോട് പറഞ്ഞു, ചെരുപ്പിലെന്തോ നജസുണ്ട് നബിയെ, അതുകൊണ്ട് ഊരി മാറ്റി വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഊരിയത്. അവിടെ ഒരു മക്കൾ പറഞ്ഞു, എന്ത് ചെയ്യണം? ചെരുപ്പിട്ട് നിസ്കരിക്കുന്നെങ്കിൽ ആദ്യം എന്ത് നോക്കണം? ചെരുപ്പെന്തോ നോക്കണം. നജസ് വല്ലതും ഉണ്ടെങ്കിലും ഉരച്ച് കളഞ്ഞിട്ട് വേണം കൈ കെട്ടാൻ. ഇങ്ങനെ നസ്സെടുക്കണം. ഇല്ലെങ്കിൽ അഖല്ല മുന്തിക്കലാവും. അത് ഖുർആനെയും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെയും പരിഹസിക്കലാണ്, കളിയാക്കലാണ്. കമാ അന്നഹും ബിഹാദിഹി ത്വരീഖ ജഅലു അഖീദത്തൽ ഇസ്ലാം ഖാദിഅതൻ ലിആറാഇൽ ബശർ. ഈ ഒരു നിലപാട് സ്വീകരിക്കുക വഴി ഇവരെന്ത് ചെയ്തു? ദീനുൽ ഇസ്ലാമിന്റെ അഖീദയെ ആളുകളുടെ അഭിപ്രായങ്ങൾക്ക് ഒതുങ്ങുന്ന തരത്തിലാക്കി വെച്ചു. ഖാദിഅ എന്ന് പറഞ്ഞാൽ വഴിപ്പെട്ടതാക്കി. ലിആറാഇൽ ബശർ, മനുഷ്യന്റെ അഭിപ്രായങ്ങൾക്ക്. വജിതിഹാദാതിഹിമുൽ അഖ്ലിയ, അവരുടെ ബുദ്ധിപരമായ കണ്ടെത്തലുകൾക്കും വേണ്ടി വിട്ടുകൊടുത്തു. പക്ഷെ നമ്മളുടെ അഖീദ അങ്ങനെയല്ല. മനുഷ്യർക്ക് വിട്ടുകൊടുക്കൂല, ബുദ്ധിക്ക് അവിടെ സ്ഥാനമില്ല, ആളുകളുടെ അഭിപ്രായങ്ങൾക്ക് സ്ഥാനമില്ല. കാരണം അഖീദ തൗഖീഫിയാണ്. തൗഖീഫി എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഖുർആനിലും റസൂലുള്ളാഹിന്റെ സ്വഹീഹായ സുന്നത്തിലും നിൽക്കുന്നതാണ്. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അത് പോവില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? അപ്പ എന്നാൽ ബുദ്ധിക്ക് സ്ഥാനമില്ല ഇസ്ലാമിൽ ഉണ്ട്. അതുകൊണ്ട് അഫലാ തഅഖിലൂൻ അല്ലാഹു ചോദിക്കുന്നത്, അഫലാ തദബ്ബറൂൻ അഫലാ തദക്കറൂൻ. എന്നാൽ വൽ ഹഖ്, സത്യം എന്ന് പറഞ്ഞാൽ അന്നൽ അഖ്ല, ഈ ബുദ്ധി എന്ന് പറയുന്ന സാധനം മുഅയ്യിദുൻ ലിന്നുസൂസ് ശർഇയ്യ, ശർഇന്റെ നസ്സുകളെ ശക്തിപ്പെടുത്തുന്ന സംഗതിയാണ്. ശർഇന്റെ നസ്സിനെ മാറ്റിവെക്കാനല്ല ബുദ്ധി, മറിച്ച് ശർഇന്റെ നസ്സുകളെ ശക്തിപ്പെടുത്താൻ. എങ്ങനെ? ഫൽ അഖ്ലു സരീഹു, നല്ല ബുദ്ധി, അതിലെന്തെങ്കിലും കേടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഗതി ഉണ്ടാവില്ല. നല്ല ബുദ്ധി യുഅയ്യിദുൻ നസ്സ സഹീഹ, ശരിയായിട്ടുള്ള നസ്സിനെ ശക്തിപ്പെടുത്തും. വലാ യുആരിദുഹു, ഒരിക്കലും അതിന് എതിരാവുകയില്ല. ഒരുത്തന്റെ ബുദ്ധി നേരെയാണെങ്കിൽ നമുക്ക് നമ്മളെ അഖ്ലി സഹീഹാണോ എന്ന് അറിയാനുള്ള ഒരു ഉപാധി പറയാൻ. ഒരുത്തന്റെ ബുദ്ധി നേരെയാണെങ്കിൽ ഒരിക്കലും അവൻ ഖുർആനും ഹദീസും എന്ന നസ്സുകൾ എതിരായിട്ട് കാണൂല. അങ്ങനെ എതിര് കാണുന്നുണ്ടെങ്കിൽ അർത്ഥം എന്താ? ഓന്റെ അഖലിന് പ്രശ്നമുണ്ടെന്ന് അർത്ഥം.
കാരണം അഖിലിനെ സൃഷ്ടിച്ചതാരാ? അല്ലാഹുവാണ്. ആ റബ്ബിന്റെ കിതാബിനെതിരായിട്ട് ഈ അഖില് പ്രവർത്തിക്കണമെങ്കിൽ അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആ കിതാബിനേക്കാളും നന്നായിട്ട് അവന്റെ മഖ്ലൂക്കായ ഒരു അഖില് വരണമെന്ന് പറയുമ്പോൾ അത് സംഭവമല്ല. അതുകൊണ്ട് ശരിയായ ബുദ്ധി എന്ന് പറഞ്ഞാൽ നസ്സിനെ ശക്തിപ്പെടുത്തുന്നതാണ്, അല്ലാതെ വലാ യുആരിദുഹു അതിനെതിര് പറയുന്ന സംഗതിയല്ല. ഇതുപോലെ വമാ തവഹമഹുൽ മുഅത്തിലതു വൽ മുഅവ്വിലതു മിനത് തആറുദി ബൈനഹുമാ, മുഅത്തിലുകളും മുഅവ്വിലുകളും, അതായത് അല്ലാഹുവിന്റെ ചില സിഫത്തുകളെ ചില ആളുകൾ പൂർണ്ണമായും നിഷേധിച്ചു, തഅതീൽ ചെയ്തു. ലാ കണ്ട ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, പണ്ട് കേട്ടില്ലേ? ഞാൻ ആവരം സംവാദത്തിൽ ഹുസൈൻ പാടി കേട്ടില്ലേ? മൂക്കില്ലാത്ത അല്ലാ, കണ്ണില്ലാത്ത അല്ലാ, നാവില്ലാത്ത അല്ലാ. ഇങ്ങനെ എന്ത് ചെയ്തു? മൊത്തത്തിൽ അങ്ങ് നിഷേധിച്ച് അള്ളാഹ് അങ്ങനത്തെ ഒരു സംഗതിയേ ഇല്ല, വജിഹില്ല, അള്ളാഹ്ക്ക് എതില്ല, അങ്ങനെ മൊത്തത്തിൽ തള്ളി. വേറെ ചില ആളുകൾ മുഅവ്വിലകൾ വ്യാഖ്യാനിച്ചു. അപ്പൊ അള്ളാഹുവിന് കയ്യുണ്ട് എന്ന് പറഞ്ഞതിനെ അവരെന്തു പറഞ്ഞു? കൈ എന്ന് പറഞ്ഞാൽ കയ്യല്ല ഉദ്ദേശം, മറിച്ച് എന്താണ്? ഖുദ്റത്താണ്. പറയാൻ നമുക്ക് അവകാശമില്ല. അവര് അങ്ങനെ പറയാനുള്ള കാരണം എന്താ? അവരെന്തിനെ ഉപയോഗിച്ചു? അഖിലിനെ ഉപയോഗിച്ചു. നെസ്സിന്റെ അപ്പുറത്ത് അവർ അഖിലിനെ കണ്ടു. അപ്പൊ അഖിൽ കൊണ്ട് ചിന്തിച്ചപ്പോ എങ്ങനെ ഇപ്പൊ അള്ളാഹ്ക്ക് കൈ എന്ന് പറയാ? അത് ഖുദ്റത്തായിട്ട് അവർക്ക് വ്യാഖ്യാനിച്ചു. അവര് ചെയ്തത് പൂർണ്ണമായി നിഷേധിച്ചവരും അതേപോലെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിനോടൊപ്പം അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്ത ആളുകൾ, അവർക്ക് ഈ രണ്ടിന്റെയും ഇടയിൽ തആറുദ് സംഭവിച്ചത്, നെസ്സിന്റെയും അഖിലിന്റെയും. നെസ് എന്ന് പറയുന്നു, അഖിൽ നേരെ തിരിച്ചു പറയുന്നു. ഈ വൈരുദ്ധ്യം അവർക്ക് തോന്നിയത് ഫഹുവ ബിസബബി ഖുസൂരി ഉഖൂലിൽ ബശർ, മനുഷ്യന്റെ ബുദ്ധിയുടെ കുറവ് കൊണ്ടാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ ജബ്ബാറു മാഷ്, ആരിഫ്, പിന്നെ ആരാ ഞങ്ങളെ പേര്, ലിയാഖത്ത് അലി, പിന്നെ ഒരു ഹിന്ദു ഇല്ലേ? ഹിന്ദുവിന് പറയാൻ പാടില്ല, ഓ മതം ഇല്ലാത്തവനല്ലേ. ഇപ്പൊ ഈ ഹൈത്തമിയുമായിട്ട് സംഭവം നടത്തിയിട്ടാണല്ലേ രവിചന്ദ്രൻ. ഇവരൊക്കെ വർത്താനത്തിൽ അവരൊക്കെ ആര് നാം പറയുന്നത്? ആഖിൽ, ബുദ്ധിജീവികൾ. യഥാർത്ഥത്തിൽ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഖിലിൽ എന്തുണ്ട്? സംതിങ് പ്രശ്നമുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്ത് മനസ്സിലാവാത്തത്? നസ്സ് മനസ്സിലാവാത്തത്. പക്ഷെ അവര് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന എന്താ? അവര് ഭയങ്കര സൂപ്പറാ. ഒരു കാര്യം ഉറപ്പാണ്, അള്ളാഹുവിന്റെ ദീൻ അതിനെ എതിർക്കാൻ മാത്രം, അതിൽ തെറ്റ് കണ്ടെത്താൻ മാത്രം ഒരുത്തനെയും ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല. ഇനി ഖിയാമത്ത് നാൾ വരെ പ്രസവിക്കാനും പോകുന്നില്ല. അത് ഉറപ്പാണ്. അഖില മൻ അഖിൽ, അത് മനസ്സിലായവർക്ക് മനസ്സിലായി. തൗഫീഖ് ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. ഇവർക്കതാ സംഭവിച്ചത്. മുഅത്തിലുകൾ സിഫാത്തുകൾ നിഷേധിച്ചവരും ആ സിഫാത്തുകളെ വ്യാഖ്യാനിച്ചവർക്കും സംഭവിച്ചത് അവരുടെ ബുദ്ധിക്ക് കോട്ടം സംഭവിച്ചതാണ്, അല്ലാതെ അതിനേക്കാൾ മുന്തിയതായിട്ട് അവരുടെ ബുദ്ധി മാറിയതല്ല. ബുദ്ധി കുറഞ്ഞു പോയതാണ് അവർക്ക് സംഭവിച്ച പ്രശ്നം. അതുകൊണ്ടാണ്, എന്തുകൊണ്ട്? ബുദ്ധിയുടെ കുറവ് കൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്, വാദിച്ചത് എന്നത്. അതുകൊണ്ടാണ് ആ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ എതിരായിക്കൊണ്ട് അഖിലിനെ കാണും, അതായത് അവരുടെ ബുദ്ധിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്ന് കാണും ചില വിഷയങ്ങളിൽ. എന്നാലോ വേറെ ടീമോ അത് യോജിക്കുന്നതായിട്ടും കാണുന്നു. രണ്ടുപേരും അഖിലിനെ ഉപയോഗിക്കുന്നവരാണ്. പക്ഷെ ഒരു ടീമിന് ഇത് യോജിക്കുന്ന പോലെ തോന്നുന്നു, മറ്റേ ടീമിന് എതിരായിട്ടും തോന്നുന്നു. അതെന്തുകൊണ്ടാ? ബുദ്ധിക്ക് പ്രശ്നമുള്ളതുകൊണ്ടാണ്. പക്ഷെ നെസ്സായിട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് അഖിലിനെ ശറഇന്റെ നസ്സുകളെ ശക്തിപ്പെടുത്താനുള്ള ഒരു ഉപാധിയായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അഖീദയുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും അല്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങളിലായാലും. ഉദാഹരണത്തിന് ഒരാള് തിരുവനന്തപുരത്ത് നിന്ന് ഒരിക്കൽ എന്നോട് പറഞ്ഞു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാലുള്ള കൂലി എന്താ? സ്വർഗത്തിൽ അയാൾക്കൊരു മരം നട്ടുപിടിപ്പിക്കപ്പെടും. ആ മരത്തിന്റെ വലുപ്പം 700 കൊല്ലക്കാലം ഒരു അറബി കുതിര ഓടിയാലും അതിന്റെ തണല് തീരൂല. സഹിയായ ഹദീസാണ്. അപ്പൊ ഈ ചങ്ങായി പറയാണ്, അങ്ങനെങ്കിലും സ്വർഗം നിറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്താ കാര്യം? ആദം നബി തൊട്ട് ഇന്ന് വരെ എന്ത് പറയുന്നുണ്ട്? സുബ്ഹാനല്ലാഹി വബിഹംദി. ഇപ്പൊ നമ്മുടെ ഇത്രയും ആൾക്കാർ തന്നെ ഒരു 100 പ്രാവശ്യം പറഞ്ഞാൽ 100 മരം സ്വർഗത്തിലായില്ലേ? അള്ളാഹു നസീബാക്കി തരട്ടെ. അപ്പൊ സ്വർഗം തീർന്നു പോയിട്ടുണ്ടാവുമല്ലോ.
ആ ഒരു വർത്തമാനം യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്ന അറിയോ? അൽ യഖീൻ അൽ ജാസിം ഇല്ലാത്തത് കൊണ്ടാണ്. നഫ്സിനോട് ആ ഒരു കണിശത അവർക്കില്ലാത്തതുകൊണ്ടാണ് സംശയാലുവായി. ആ സംശയം വരലോടുകൂടി അവന്റെ ഈമാൻ എന്തായി? ബാത്തിലായി. അഖീദ പ്രശ്നമാണ്, വിശ്വാസം വലിയ പ്രശ്നമാണ്. അത് ഖുർആൻ പറഞ്ഞ പോലെ റസൂൽ പറഞ്ഞ പോലെ ആയിരിക്കണം, അഖില് സമ്മതിച്ചാലും ഇല്ലെങ്കിലും. ഒരാൾ നിര്യാണിക്ക് ചേടെ പാൻ്റ് എടുത്തിട്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത ചങ്ങായിയാണ്, എല്ലവായി പാൻറ് കുറച്ച് കേട്ടടാ. അപ്പം പറയാണ്, മാഅദല്ലാ, അല്ലെങ്കിൽ തന്നെ ബാക്കിയെല്ലാം നരകത്തില, ഇനിയിപ്പോൾ അതിൻ്റെതായ മാത്രം എന്തിനാ സ്വർഗത്തിലാക്കുന്നു? ഇസ്തിഹാന, അള്ളാന്റെ ശറഅനെ കളിയാക്കലാണ് എന്ന് പറഞ്ഞാൽ അഖീദയിൽ വിശ്വാസത്തിൽ എന്തില്ല? കണിശതയില്ല. ഇങ്ങനെ എഴുതോ കേട്ടിട്ട് ഇങ്ങനെ ആചരിച്ച് പോകുന്നുണ്ടെന്നല്ലാതെ അത് പഠിച്ച് അംഗീകരിച്ച അഖീദ അല്ലാത്തത് കൊണ്ടാണ് അങ്ങനത്തെ വർത്തമാനം വരുന്നത്. ഒരു സലഫിയിൽ നിന്ന് അങ്ങനത്തെ വർത്തമാനം വരൂല. ഇപ്പൊ ഒരു വീഡിയോ ഉണ്ട് ഫേസ്ബുക്കിൽ, ഒരു ചങ്ങായി, അത് ഈ ഖുറാഫികളുടെ കൂട്ടത്തിലൊരു ടീമുണ്ട്, ജാറങ്ങളൊക്കെ സന്ദർശിച്ച് അവിടെയുള്ള ഔലിയാക്കളുടെ ഒക്കെ വീഡിയോ എടുക്കുന്നേ. ഔലിയ മീൻസ് ഭ്രാന്തന്മാരെ, അവരുടെ കാഴ്ചപ്പാടിൽ വലിയ എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ. അങ്ങനെ ഭ്രാന്തന്മാരുടെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു ടീമുണ്ട്. ഒരു സഖാഫി ഉണ്ട് അതില്. അയാളെ കാണുന്നില്ല അതില്, പക്ഷെ മാഷാ അല്ലാ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ മൊയ്ലാൻ പറയുന്ന പോലെ ഉണ്ട് ആ ബഹ്റജെല്ലാം കേൾക്കുമ്പോൾ. അപ്പൊ ഒരുത്തൻ പറയാണ്, ഞാൻ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചവൻ തെറ്റ് ചെയ്തോന് എന്തിടും? നരകം കൊടുക്കും. നന്മ ചെയ്തോന് സ്വർഗം കൊടുക്കും. ഞാൻ തെറ്റും ചെയ്യുന്നില്ല, നന്മയും ചെയ്യുന്നില്ല, അപ്പോൾ നമ്മൾ എന്താക്കാൻ നോക്കാമല്ലോ. കൂളായിട്ട് പറയാണ്. ഇത് കേൾക്കുമ്പോ വീഡിയോ എടുക്കുന്ന കണാപ്പൻ, അല്ലെങ്കിൽ നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ മൊയന്ത് പറയാണ്, മാഷാ അല്ലാ തെറ്റ് ചെയ്താൽ നരകത്തിലുള്ളൂ, ഞാൻ തെറ്റ് ചെയ്യുന്നില്ല, അപ്പൊ എന്നെ എന്ത് കാട്ടും? അങ്ങനെ ചോദിക്കുന്നു. മലപ്പുറം കാരണം തോന്നും. അപ്പോൾ എന്ത് കാട്ടും? ഞാൻ നന്മയും ചെയ്യുന്നില്ല, അപ്പൊ സ്വർഗത്തിലിടാൻ പറ്റൂല, അപ്പൊ എന്നെ കൊണ്ടിട്ട് കിടത്തും. ഏറ്റവും പറയാ, ചിലപ്പോൾ രണ്ടിന്റെ ഇടയ്ക്ക് എന്നെ വെക്കുമായിരിക്കും. അള്ളാഹുവിനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് വെല്ലുവിളിക്കുക. അതിന്റെ പ്രശ്നം എന്താ അറിയോ? ഈ പറഞ്ഞ സാധനം ഇല്ലാത്തതുകൊണ്ടാണ്. അഖീദ തിരിഞ്ഞില്ല. എന്തിനാ എന്നെ സൃഷ്ടിച്ചയച്ചതും എന്നോട് എന്താ പറഞ്ഞതെന്നും മൂപ്പർക്ക് അറിയില്ല. പക്ഷെ ഇവരുടെ കാഴ്ചപ്പാടിൽ മൂപ്പറാരാ? വലിയ മാനസിക രോഗിയെ മുദബ്ബിറുൽ ആലമാക്കി ആൾക്കാർക്ക് ഇതെന്തല്ല വിഷയമല്ല. അതുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ, തൗഹീദ്, അഖീദ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ നിഅമത്താണ്. ഔഖഫ യൂഖിഫ്, തൗഖീഫ് എന്ന് പറഞ്ഞാൽ നിർത്തൽ. നമ്മള് അഖീദ തൗഖീഫിയാണെന്ന് പറഞ്ഞല്ലേ ചോദിച്ചത്? വഖഫ് എന്ന് പറഞ്ഞാൽ നിർത്തൽ, സ്റ്റോപ്പ് ചെയ്യൽ. അപ്പൊ അഖീദപരമായ വിഷയം ഖുർആനിലും സുന്നത്തിലും സ്റ്റോപ്പ് ആവും എന്നർത്ഥം. മനുഷ്യന്റെ ബുദ്ധിയിലേക്കോ ആളെ അഭിപ്രായത്തിലേക്കോ പോകില്ല എന്നർത്ഥം. പള്ളികളിൽ മണലാണല്ലോ, ആ മണലിൽ ഒരു അടയാളത്തിന് വേണ്ടിയിട്ടായിരിക്കണം അത് വെച്ചിട്ടുണ്ടാകുന്ന ചിലപ്പോൾ പുതിയ. പക്ഷെ ഇന്ന് നമുക്ക് പള്ളിയിൽ കാർപ്പറ്റ് സ്റ്റഫൊക്കെ ഉണ്ട്. ശരിക്കും സുത്രത്ത് വാജിബാണ്. നിസ്കരിക്കുന്ന ആളെ മുമ്പിൽ മറ വാജിബാണ്. അതുകൊണ്ട് തന്നെ സലഫി ഉലമാക്കളുടെ അഭിപ്രായം ഹദീസ് വെച്ചിട്ട്, കാരണം റസൂലുള്ളാഹി പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കൊള്ളിയെങ്കിലും കുഴിച്ചിടാൻ വേണ്ടി പറഞ്ഞല്ലോ. അതിന്റെ ഗൗരവം പറഞ്ഞിട്ട് പറഞ്ഞു, നിസ്കരിക്കുന്ന ആളെ മുമ്പിൽ ഒരു സുത്ര ഉണ്ടായിരിക്കണം. നമ്മൾ നിസ്കരിക്കുകയാണ്, അപ്പൊ എന്തോ ആവാം, ഒരാളെ ആക്കാം. റസൂലുള്ളാഹി ഒട്ടകത്തിനെ സുത്രയാക്കി നിസ്കരിച്ചിട്ടുണ്ട്. വാച്ച് പോരാ, ഒരു കൊമ്പ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ചൊരു ഉയരം വേണമല്ലോ, നല്ല സുത്രയായിട്ട് പരിഗണിക്കാൻ പറ്റുള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഒരു വര വരക്കണം. അതൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ചെയ്യാവൂ. അപ്പൊ അല്ല, അതൊന്നും ഇല്ലെങ്കിലാണ്. പക്ഷെ നമുക്ക് എന്തുണ്ട്? സൗകര്യമുണ്ട്. മാത്രമല്ല, നമ്മളിപ്പോ സുന്നത്ത് നിസ്കരിക്കുകയാണ്, ഒരാളെ മറയാക്കിയിട്ടാന്ന് വെച്ചോ, അയാൾ എണീച്ചു പോയി, എന്ത് ചെയ്യണം? നമ്മൾ മുന്നോട്ട് പോകണം, നമ്മൾ മതിലിൻ്റെ അടുത്തേക്ക് പോകണം.
സുത്രത്ത് വാജിബാണ്. അണിയിക്കാൻ പാടുള്ളൂ. ചില ആൾക്കാർ ശ്രദ്ധിക്കലുണ്ട്. മാഷാ അല്ലാഹ്. ഇൽമ് ഇതിനെ പറ്റിയുള്ളൊരു ഫഹമുള്ള ആൾക്കാർ അഥവാ ബാക്കിൽ ആളുണ്ടെന്ന് കണ്ട അവിടെ തന്നെ ഇരിക്കും. അയാൾ സലാം വീട്ടിയാലേ എണീച്ച് പോവുള്ളൂ. എന്തെങ്കിലും സ്റ്റൂളോ എന്തെങ്കിലും എടുത്ത് വെക്കും. അറബി നാടുകളിലൊക്കെ അതിനെ കണിശത കാണേണ്ട തന്നെയാണ്. ആരെങ്കിലും ഒന്നും ഇല്ലാണ്ട് നിസ്കരിക്കുന്ന കണ്ടാൽ മേം പോയിട്ട് ആ സുത്രത്തിന്റെ മുമ്പിൽ കൊണ്ട് വെച്ചു കൊടുക്കും. നിർബന്ധമാണ്. അപ്പൊ നിസ്കരിക്കുന്ന ആളെ മുമ്പിലൂടെ നടക്കുന്ന ഒരാളുടെ ശിക്ഷ കഠിനമാണ്. അതറിഞ്ഞിരുന്നുവെങ്കിൽ 40 അടി അല്ലെങ്കിൽ 40 മൈൽ ദൂരം, 40 റസൂൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിനെ ഉലമാക്കൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. 40 കൊല്ലത്തെ വഴി ദൂരം എന്നൊക്കെ ഹദീസിലുണ്ട്, പിന്നെ ഷറഹിലുണ്ട്. അത്രത്തോളം ശ്രദ്ധിച്ച് അവിടെ നിൽക്കുമായിരുന്നു, നടക്കൂലായിരുന്നു. അതെപ്പോഴാണെന്നറിയോ? ഇവൻ സുത്ര വെച്ചിട്ടുണ്ടെങ്കിൽ. ഇവന്റെ മുമ്പിൽ സുത്ര ഇല്ലെങ്കിൽ വിട്ടുകടന്നവന്റെ ശിക്ഷ ഈ നിസ്കരിക്കുന്നവനാണ്. കാരണം അവൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് മുമ്പിലൂടെ ആയത്. അത്ര ഡേഞ്ചറുണ്ട്. അപ്പൊ നിസ്കരിക്കുന്ന ആൾ മുമ്പ് കൂടി നടന്നാൽ തടയാം, പിന്നെയും തടയാം. മൂന്നാമത്തേലോ അടിക്കാം. ആ അടിയിലോ മരിച്ചാൽ ഇവൻ എന്തല്ല, കാത്തിലല്ല. അതെപ്പോൾ ഇവൻ സുത്ര തെറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ. അതല്ല ഞാൻ പറഞ്ഞത്. അത് ആ വരക്കണം എന്ന് പറഞ്ഞത് വേറെ ഒരു സൗകര്യവും ഇല്ലെങ്കിലാണ്. നമുക്കിപ്പോ മുന്നോട്ട് പോയി നിൽക്കാനുള്ള വഴിയുണ്ടല്ലോ. ആ വരയൊക്കെ റസൂല വരച്ചിട്ടുണ്ടാവും മരുഭൂമിയിലാണ്. അവിടെ എത്ര മുന്നോട്ട് പോയാലും പിന്നെയും മുമ്പിൽ ഇത് കിടക്കുകയാണ്. അപ്പം ഒന്ന് വരച്ചിട്ടാണ് നിന്നു. ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ അടുത്തെങ്കിലും നമ്മൾ എത്തുമല്ലോ മുമ്പോട്ട് പോകുമ്പോൾ. ആ പോക്കിൽ എന്തില്ല, നിസ്കാരം ബാത്തിലാവുന്ന അനക്കമില്ല. ഇങ്ങനെ പോവണം, അതാണ് ഇതിന് ശരി. ബറക്കല്ലാഹു ഫീക്ക്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹിന്റെ സിഫത്തു സ്വലാത്തുൻ നബി എന്ന് പറയുന്നൊരു കിതാബുണ്ട്. അതൊന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. റസൂലുള്ളാഹി തങ്ങളുടെ നിസ്കാരത്തിന്റെ കഅന്നക തറാഹ, നീ കാണുന്ന പോലെ, മിന തക്ബീരി ഇല തസ്ലീം, തക്ബീർ തൊട്ട് തസ്ലീം വരെ. ആ മലയാളത്തിലുണ്ട് ആ കിതാബ്. ഒന്ന് മാഷാ അല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. ഭയങ്കര ഉപകാരപ്രദമായ കിതാബാണ്. എന്നാൽ ചിലതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സലഫികൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മുട്ട് കൈവെക്കുക, അതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ഏതിലേ ഉള്ളൂ, അതും ഇതും ചെയ്യാവുന്ന മിസ്അലകളിലെ ആ ഇഖ്തിലാഫും ഉള്ളൂ. ഖൈർ. അപ്പൊ ചുരുക്കത്തില് അൽ-അഖ്ൽ, തീർച്ചയായും മനുഷ്യന്റെ ബുദ്ധി നസ്സുകളെ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ പരിഗണനീയം തന്നെയാണ്. അതിനെ തള്ളിക്കളയേണ്ടതില്ല. എന്നാൽ ആ നസ്സിന്റെ അപ്പുറത്ത് ബുദ്ധിയെ കൊണ്ടുപോയി ആ ബുദ്ധിയെ ആസ്പദമാക്കിക്കൊണ്ട് വിശ്വാസകരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യൽ അത് അനുവദിക്കപ്പെട്ടതും അല്ല. വലൈസ മസ്ദറൻ മുസ്തഖില്ലൻ ലിൽ അഖീദ, മനുഷ്യന്റെ ബുദ്ധി ഒരിക്കലും അഖീദയുടെ ഒരു നസ്സായി മസ്ദറായി സ്വീകരിക്കാവുന്നതേ അല്ല. ഫലാ യജൂസു അൻ യസ്തഖില്ല ബിൻ-നദ്രി ഫീ ഉമൂദിൽ ഗൈബ്, അതുകൊണ്ട് ഗൈബിയായ കാര്യങ്ങളിൽ ഒരാൾക്ക് അയാളുടെ ചിന്ത കൊണ്ടുപോകൽ അനുവദനീയമേ അല്ല. ഖബർ 2 മലക്ക് വരും, എണീപ്പിച്ചിരുത്തും. ആകെ ഒരാൾക്ക് ചെരിഞ്ഞ് കിടക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. മലക്കും കൂടെ ഒന്ന് എങ്ങനെ കിടക്കുക, അടിക്കാൻ വേണ്ടി എങ്ങനെ ഇരുമിന്റെ തണ്ട് പോക്കുക, അങ്ങനത്തെ നദറുകൾ അത് അനുവദനീയമല്ല. റസൂലുള്ളാഹി പറഞ്ഞു, വിശ്വസിക്കുന്നു. വലാ ഫീമാ ലാ യുഹീതു ബിഹി ഇൽമാ, മനുഷ്യന്റെ അറിവിന് കണ്ടെത്താൻ കഴിയാത്തതിലും ഇത് ഉപയോഗിക്കൽ അനുവദനീയമല്ല. കാരണം എല്ലാം മനുഷ്യന് കണ്ടെത്താൻ കഴിയണമെന്നില്ല. ലാ യുഹീതൂന ഇൽമൻ ബില്ലാഹി വലാ ബിസിഫാതി, അല്ലാഹുവിനെ പറ്റി അല്ലാഹുവിന്റെ സിഫത്തുകളെ പറ്റി നമ്മൾ എത്ര ചിന്തിച്ചാലും ഒരു പരിധിയുണ്ട്. കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞ പോലെ വലാ യുഹീതൂന ബിഹി ഇൽമൻ. അതുകൊണ്ട് അവിടെ വേണം അഖീദയിൽ സത്യവിശ്വാസികൾ നിൽക്കാൻ. ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ്. ആയാ ഖൈർ. ഫുൾ സ്റ്റോപ്പാണ്. അടുത്തത് കിതാബ് ഇവിടെ ഒന്ന് എടുക്കണോട്ടെ ഇൻഷാ അല്ലാഹ്. അടുത്തത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. പിന്നെ ഈ അഖീദാപരമായിട്ടുള്ള വിഷയത്തിൽ ഒരു കൂട്ടക്കാരി പറഞ്ഞ പോലെ ബുദ്ധി ഉപയോഗിച്ച് എല്ലാത്തിനും നിഷേധിച്ചു മൊത്തത്തിൽ. വേറെ ചില ആളുകളോ നിഷേധിക്കുന്നില്ലെങ്കിലും അതിനെ വ്യാഖ്യാനിച്ച് രൂപങ്ങൾ കൊടുത്തു, അതിനെ കൊളാക്കി. എന്നാൽ സലഫികൾ എവിടെയാ? രണ്ടിൻ്റെയും ഇടയിലാണ്. അഖീദ വസതിയാണ്. അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ അഖീദ ഉലുവില്ല. ഉലുവ് മീൻസ് അങ്ങ് ഒരുപാട് ഇതാക്കലുമില്ല, ഒന്നും ഇല്ലാതാക്കലുമില്ല. അതിൻ്റെ ഇടയിലുള്ള ചില നിലപാടുകളാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്. ഓ
ഉമ്മത്തൻ വസതൻ. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ